ഹലോ സുഹൃത്തെ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ഫെബ്രുവരി 23 തിങ്കൾ. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 16 അധ്യായം 19 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. ധനവാന്റെയും ലാസറിന്റെയും ഉപമയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. സൗഭാഗ്യത്തിൽ കഴിയുന്ന ഒരു മനുഷ്യനെയും അവന്റെ പടിവാതിക്കൽ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും കഴിയുന്ന മറ്റൊരു മനുഷ്യനെയും ഈ ഉപമയുടെ ആരംഭത്തിൽ എടുത്തു കാണിക്കുന്നു. എന്നാൽ ഇതിന്റെ അന്ത്യത്തിലേക്ക് വരുമ്പോൾ ഇത് നേരെ തിരിഞ്ഞു മറിയുകയാണ്. സൗഭാഗ്യത്തിലായിരുന്ന വ്യക്തി വലിയ ഒരു നഷ്ടത്തിൽ ചെന്നുചാടിയിരിക്കുകയാണ്. ജീവിതം തകർന്നു പോയിരിക്കുകയാണ്. അതേസമയം ദാരിദ്ര്യത്തിലും കഷ്ടതയിലുമായിരുന്ന വ്യക്തി ഒരു സൗഭാഗ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ജീവിതത്തിന്റെ രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്. അതിന്റെ നടുവിലാണ് സുഹൃത്തെ ഈ നോമ്പില് നീ ആയിരിക്കുക. നിന്റെ ജീവിതത്തില് സന്തോഷമാകട്ടെ സൗഭാഗ്യമാകട്ടെ എന്തൊക്കെ ഉണ്ടായാലും ഒന്ന് നീ ഓർത്തോളണം, എന്തൊക്കെ ഉണ്ടെങ്കിലും ദൈവം തരുന്നതാണെങ്കിൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടുകളിലൂടെ വേണം നീ സമ്പത്തിനെ സ്വീകരിക്കുവാനായിട്ട്. നിനക്കുള്ളത് ചിലപ്പോൾ ഇല്ലാത്തവർക്ക് വേണ്ടി കൂടിയുള്ള ദൈവത്തിന്റെ കരുതൽ നിക്ഷേപം ആയിരിക്കാം. അത് സമ്പത്ത് മാത്രമല്ല, കഴിവും സമയവും ആരോഗ്യവും എല്ലാം സുഹൃത്തെ നീ ഇതിനോട് ചേർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട്, നിന്റെ ജീവിതത്തിൽ കഷ്ടതകളും ദുരിതങ്ങളുമാണെങ്കിലും നീ ഒന്നുകൂടി കണക്കാക്കിക്കൊള്ളണം. എത്ര പ്രതിസന്ധി ആകട്ടെ, ഒന്നിന്റെയും അന്ത്യമല്ല. ദൈവത്തിനത് നേരെ തിരിച്ചു വയ്ക്കുവാനായിട്ട് സാധിക്കും. ആത്യന്തികമായ സന്തോഷത്തിലേക്ക് നിന്നെ നയിക്കുവാനായിട്ട് സാധിക്കും. ഒന്നേ ഉള്ളൂ, നിന്റെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് അത് ദൈവം തരുന്ന സന്തോഷ. അത് സമ്പത്തോ ദാരിദ്ര്യമോ അല്ലെങ്കിൽ കഷ്ടതകളോ സൗഭാഗ്യങ്ങളോ ഒന്നുമല്ല. ദൈവം തരുന്നതാണ്, ദൈവം ചേർത്ത് പിടിക്കുന്നതാണ് നിന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ സൗഭാഗ്യം എന്ന് പറയുക. അത് സന്തോഷത്തിലും സന്താപത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒക്കെ നിനക്ക് നിന്റെ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുമ്പോഴാണ് സുഹൃത്തെ ഈ ദൈവത്തോട് ഒട്ടിച്ചേരുവാനായിട്ട് നിനക്ക് സാധിക്കുക. നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. എപ്പോഴും ജീവിതത്തെ നിന്നോട് ഒട്ടിച്ചേർത്ത് മുന്നോട്ട് പോകുവാനായിട്ട്, ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ചേർന്നിരിക്കുവാനായിട്ട് എന്റെ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.